ഭക്ഷണം എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. എന്തായാലും പ്രത്യേകിച്ച് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കൂടുതലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവും. പല പല ഡോക്ടേഴ്സും പല പല കാര്യങ്ങളായിരിക്കും ഈ ഭക്ഷണത്തെ പറ്റിയിട്ട് പറയാറ്. ചിലർ പറയും ഷുഗർ ഉള്ള ആൾക്കാർ തീരെ അരിഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അരിക്ക് പകരം ഗോതമ്പ് ആക്കണം. ഇങ്ങനെ പലതരം സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പൊതുവായിട്ട് മലയാളികൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അരിഭക്ഷണം തന്നെയായിരിക്കും. ചോറില്ലാതെ നമുക്ക് എന്തായാലും ഒരു ഭക്ഷണമില്ല. അരിയാണ് കൂടുതലായിട്ട് കഴിക്കുക. പ്രധാനമായിട്ടും ഈ അരിയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് അന്നജം എന്ന് പറയും, കാർബോഹൈഡ്രേറ്റ്. ഇതാണ് ഈ ഷുഗർ ഒക്കെ കൂടുതൽ അതായത് വെയിറ്റ് കൂട്ടാനൊക്കെ ഭയങ്കരമായിട്ട് കാരണമാകുന്ന ഒരു കാര്യമാണ് അന്നജം. അപ്പൊ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് അരി, പിന്നെ ഗോതമ്പ്, പിന്നെ ഓട്സ്, മുത്താറി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും അന്നജം അടങ്ങിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും നമ്മുടെ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും. പിന്നെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാല് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക മസിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ടുവരാൻ അതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഈ മാംസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അത് പ്രധാനമായിട്ടും മാംസ്യമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പയർ, പരിപ്പ് വർഗ്ഗങ്ങള്, അതുപോലെ ചിക്കൻ, ഫിഷ്, അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ പാല്, തൈര്, പാലുൽപ്പന്നങ്ങളിലൊക്കെ നന്നായിട്ട് മാംസ്യമുള്ള ഭക്ഷണമാണ്. അപ്പൊ ഇതും നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മാംസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പിന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുക. ഈ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, കൊളസ്ട്രോൾ കൂടും, കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, കൊഴുപ്പ് ഒരു നമുക്ക് മിതമായ രീതിയിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബോഡിക്ക് ഒരു കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. പക്ഷെ കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പാടില്ല. എപ്പോഴും ബോഡിയുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഈ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അത് വരുന്ന ഇരിക്കാന്ന് വെച്ചാൽ ഈ എണ്ണ, നെയ്യ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ബീഫ്, മട്ടൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൊഴുപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊരു മിതമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതെന്ന് പറഞ്ഞാൽ പച്ചക്കറികളിലും പയറുവർഗ്ഗങ്ങളിലും അതുപോലെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും പൊതുവായ ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ, ഡി, ഇ, കെ, പിന്നെ വൈറ്റമിൻ ബി, സി, ഇത്രയാണ് നമ്മൾ കഴിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന വൈറ്റമിൻസ്. ഇതെന്ന് പറഞ്ഞാല് ഇപ്പൊ വൈറ്റമിൻ എന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറുള്ള ഫ്രൂട്ട്സ്, മഞ്ഞ, ഓറഞ്ച് ആ ഒരു കളറിൽ വരുന്ന ഫ്രൂട്ട്സും പച്ചക്കറികളിലും ഒക്കെയാണ് ഈ വൈറ്റമിൻ എ ഉണ്ടാവുക. കണ്ണിന്റെ ആരോഗ്യത്തിനും അതിനൊക്കെ ഈ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ വൈറ്റമിൻ ബി, അത് ഈ തൈര് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ, പച്ചക്കറികള് ഇതിലൊക്കെ വൈറ്റമിൻ ബി ഉണ്ട്. പിന്നെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഇപ്പൊ എല്ലാവരും കോവിഡൊക്കെ വന്ന സമയത്ത് കുറെ വാങ്ങി കഴിച്ചിട്ടുണ്ടോ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ്? രോഗപ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അത് ഈ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഓറഞ്ച്, മുസംബി, നെല്ലിക്ക, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ സി കാണാം. പിന്നെ പേരക്ക, ഇതിലും നന്നായിട്ട് വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ കഴിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നന്നായിട്ടൊക്കെ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ അതൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്ക് നന്നായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ സൺലൈറ്റിലൂടെയാണ്. സൺലൈറ്റ്, സൂര്യപ്രകാശം, രാവിലെയും ഈ വൈകുന്നേര സമയത്തുള്ള ആ ഒരു ചെറിയ വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ മുട്ട, ചിക്കൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി നന്നായിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറയും, ഭംഗി കൂട്ടാൻ എല്ലാവരും വൈറ്റമിൻ ഇ കഴിക്കുന്ന കാണാം. വൈറ്റമിൻ ഇ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ തൊലിയിൽ നന്നായിട്ട് ഒരു ഗ്ലോ, നല്ലൊരു തെളിച്ചമൊക്കെ വരും നമുക്ക്. അപ്പൊ അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. പിന്നെ വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ ഹാർട്ട് സർജറി, ഹൃദയത്തിന് സംബന്ധമായിട്ട് എന്തെങ്കിലും ആൻജിയോപ്ലാസ്റ്റിയോ എന്തെങ്കിലും കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ കെ ഉള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ
നോട്ട് ചെയ്യാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് വൈറ്റമിൻ കെ ഉള്ള ഭക്ഷണം കഴിക്കരുതെന്ന് പറയും. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ്. അത് ഈ ഇലക്കറികളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയന്റ് ഉണ്ട്. ന്യൂട്രിയന്റ് ആണെന്ന് ആർക്കും അറിയില്ല. വെള്ളം. 6 ന്യൂട്രിയൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അന്നജം, ഒന്ന് മാംസ്യം, ഒന്ന് വൈറ്റമിൻസും മിനറൽസും, പിന്നെ കൊഴുപ്പ്, പിന്നെ ഏതാണ് വെള്ളം. വെള്ളത്തിന് ഒരു ന്യൂട്രിയന്റ് ആയിട്ടൊന്നും ആരും കാണുന്നില്ല. ദിവസം കുറച്ച് വെള്ളം കുടിക്കും, അതേ ഉള്ളൂ. പണ്ടൊക്കെ പറയുന്നു 2 ലിറ്റർ വെള്ളം ഒരു ദിവസം മിനിമം എങ്കിലും കഴിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കായതുകൊണ്ട് ഒരു 20 കിലോ ഉള്ള 20 കിലോക്ക് 1 ലിറ്റർ വെള്ളം അത്രയെങ്കിലും മിനിമം ഒരാള് കുടിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് കഴിക്കുന്ന വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത്. നന്നായിട്ട് വെള്ളം 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി എല്ലാവരും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ചൂടുകാലൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടി എടുക്കാം. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഇതൊക്കെ വരുന്നുണ്ടോ എന്നാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഭക്ഷണം ഇതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, ഇത് എത്ര കഴിക്കണം എന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക വെച്ചാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും. ഇപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരാളും എന്താ ഒരു കസേരയിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളും ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അതില് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ചെലവഴിക്കുന്ന ഊർജം, നമുക്ക് ശരിക്കും ഭക്ഷണം കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കാൻ നമുക്ക് എപ്പോഴും ഒരു ഊർജം വേണം. ആ ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഊർജം കിട്ടില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. അതേപോലെ ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാള് കൂടുതലായിട്ട് എനർജി ഊർജം കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇത്രയൊന്നും ഈ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഉള്ള ആൾക്കാർ കുറവാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു വീട്ടില് ഇതിലേതെങ്കിലും ഒരു രോഗത്തിന് മെഡിസിൻ കഴിക്കുന്ന ആൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഈ ജീവിതശൈലിയിലെ മാറ്റമാണ്. അതാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം. പണ്ടത്തെ ഭയങ്കര വ്യത്യാസമായിരുന്നു ജീവിതശൈലി. ഇപ്പൊ ആക്ടിവിറ്റി എന്തെങ്കിലും ജോലി ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എല്ലാവരും ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ വണ്ടിയായി എല്ലാവർക്കും, നടന്നു പോകുന്നൊന്നുമില്ല. കുറഞ്ഞതുകൊണ്ട് ആക്ടിവിറ്റി കുറഞ്ഞു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ്. പണ്ട് കാലം തൊട്ടേ നമ്മള് ചോറ് നന്നായിട്ട് കഴിക്കും. പക്ഷെ ഈ ചോറിലൂടെ കിട്ടുന്നത് പറഞ്ഞില്ല, അന്നജമാണ് ചോറിലൂടെ കൂടുതലായിട്ട് കിട്ടുന്നത്. അതുവഴി കുറെ രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അളവ് നമ്മുടെ ജോലി അനുസരിച്ചിട്ടാണെന്ന് ശരിയാക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡയറ്റീഷ്യനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൈറ്റും വെയിറ്റും ജോലിയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എത്ര ഊർജ്ജമുള്ള ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ കഴിക്കണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെ ഡയറ്റീഷ്യനെ ആരും കാണാൻ ചാൻസ് കുറവാണ്. കാരണം എന്തെങ്കിലും ഒരു രോഗത്തിന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ ഡയറ്റീഷ്യനെ ആരും കാണുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഭക്ഷണമല്ലേ, ഇപ്പൊ നമ്മള് എന്താണ് പറഞ്ഞുള്ളത് ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ അതിൽ ഒരാൾക്ക് എന്താ പറഞ്ഞു തരാനുള്ളത് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഡയറ്റീഷ്യന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഈ രോഗങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൂടെയുള്ള രോഗങ്ങളുടെ ആ ഒരു കൂടുതലാവുന്ന ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ എപ്പോഴും ഒരു ഡയറ്റീഷ്യന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഡയറ്റീഷ്യൻ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതൊന്ന് ചെയ്യാൻ കൂടി നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ 6 ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, അതൊരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാറുണ്ട്. സമീകൃത ആഹാരം എന്ന് പറയും. ഈ ചെറിയ കുട്ടികളുടെ ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും സമീകൃത ആഹാരത്തിന്റെ ഒരു ഫോട്ടോ. ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് ആ പ്ലേറ്റില് പകുതി ഭാഗത്ത് പച്ചക്കറികളായിരിക്കും കൊടുക്കുക. ആ പ്ലേറ്റ്സ് എപ്പോഴും പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലായിട്ടുള്ളത് നാരാണ്. നാരുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറയാറുണ്ട്. ഷുഗർ ഉള്ളവരോടൊക്കെ ഡോക്ടേഴ്സ് പറയും നാരുള്ള ഭക്ഷണം. പക്ഷെ അതിൽ പച്ചക്കറികൾ അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെയാണ്. അത് പ്ലേറ്റിന്റെ പകുതി ഭാഗത്ത് എപ്പോഴും പച്ചക്കറികൾ വരാൻ വേണ്ടിയിട്ട് നോക്കാം. അതിപ്പോ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി പോലെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ സാലഡ് പോലെയൊക്കെ
കുറച്ച് പച്ചക്കറികൾ മുറിച്ചിട്ട് കഴിക്കാം. അപ്പൊ അങ്ങനെ കഴിക്കാൻ നോക്കുക. പിന്നെ പ്ലേറ്റിന്റെ കാൽ ഭാഗത്ത് മാത്രമേ ധാന്യങ്ങൾ വരാൻ പാടുള്ളൂ. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരിയാവാം, ഗോതമ്പാവാം, റാഗി പോലത്തെ ഇപ്പൊ മില്ലറ്റ്സ് ഉണ്ട്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. റാഗി, ചോളം, ചാമ, തിന, കമ്പം, മുത്താറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തവിട് കൂടുതലാണ്. അപ്പൊ ഈ തവിട് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെയിറ്റ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ മില്ലറ്റ്സ്. മില്ലറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്ക് എങ്ങനെയായാലും ഊർജ്ജം കിട്ടിയാൽ മതി. ആ ഊർജ്ജം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിലൂടെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിലൂടെയാണ് കൂടുതലായിട്ട് കിട്ടുക. അപ്പൊ പ്ലേറ്റിന്റെ ഒരു കാൽ ഭാഗത്ത് ധാന്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെയുള്ള ഒരു കാൽഭാഗം കൂടി ഉണ്ട്. 4 ഭാഗമാക്കി തിരിച്ചാൽ പിന്നെ ഒരു കാൽഭാഗം കൂടി ഉണ്ട്. ആ കാൽഭാഗത്ത് പ്രോട്ടീൻ വരാൻ നോക്കാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാംസ്യാഹാരങ്ങൾ എന്ത് വേണമെങ്കിലും ആവാം. ചിക്കനോ ഫിഷോ എന്തായാലും കുഴപ്പമില്ല. മുട്ട കഴിക്കാം, അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈരോ മോരോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ എപ്പോഴും കഴിക്കാം. പിന്നെ ചോറിന്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, ചോറ് കഴിച്ചാലേ സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പച്ചക്കറിയുടെ സാലഡ് അധികം കഴിക്കാം. കുറച്ച് സാലഡ്സ് ആദ്യം കഴിച്ചതിന് ശേഷം ചോറ് കഴിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിന്റെ അളവ് താണി കുറഞ്ഞു കൊടുക്കുന്നത്, വിശപ്പ് ഒന്ന് കുറയുള്ളൂ. പിന്നെ ചോറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കുറച്ച് ട്രിക്സ് ഒക്കെ നോക്കുക. നമ്മള് ശീലിച്ചിരുന്ന ആ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും കൂടി നോക്കിയാൽ മതി. പിന്നെ എല്ലാവരും വിചാരമാണ് നമ്മൾ ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ പ്രശ്നം വരുള്ളൂ ഒരു അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. അപ്പൊ കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ളത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൊളസ്ട്രോളിൽ പല ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അതിൽ എല്ലാവർക്കും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ട്രൈഗ്ലിസറൈഡ്സ്. അത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള പ്രധാന കാരണം ഈ കൊഴുപ്പുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അരിഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും ട്രൈഗ്ലിസറൈഡ്സ് കൂടാൻ ഒരു ചാൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവർ. പണ്ട് കാലത്ത് മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ലിവർ സിറോസിസ് പോലെയുള്ള അല്ലെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ വരാറുള്ളൂ. പക്ഷെ ഇപ്പൊ ചെറിയ കുട്ടികള്, സ്ത്രീകൾക്കടക്കം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലെ മാറ്റം തന്നെയാണ്. ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അൽഫാം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അരിഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാം. ഈ പണ്ടും നമ്മൾ അരിഭക്ഷണം തന്നെ കഴിച്ചത്, പക്ഷെ പണ്ടത്തെ നമ്മുടെ ആക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് അത് ആ ഊർജ്ജം ചെലവാക്കി പോകുന്നതുകൊണ്ട് ബോഡിയുടെ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടുകയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ജോലി കുറവല്ലേ, പക്ഷെ കഴിക്കുന്ന ഭക്ഷണം കൂടുതലാണ്. അതിപ്പോ അരിഭക്ഷണം ആയിരിക്കും നന്നായിട്ട് കഴിക്കുക എല്ലാവരും. അപ്പൊ ആ കഴിക്കുന്ന ഭക്ഷണം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബോഡിയിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടും. ഇപ്പൊ വയറ് ചാടുക, അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്ക് കാണുന്ന ഫാറ്റ് മാത്രമല്ല, നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് ചുറ്റും ലെവൽ പോലെ ഈ ഫാറ്റ് അടിഞ്ഞു കൂടും. അതുവഴിയാണ് ഈ ഫാറ്റ് ലിവർ ഒക്കെ ഉണ്ടാവുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഫാറ്റ് ലിവർ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വിചാരിക്കും. അത് ഈ ഭക്ഷണത്തിലെ വ്യത്യാസം കൊണ്ടാണ്. ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങള്, ഇതുപോലെ മധുരമുള്ള വെള്ളങ്ങൾ കുപ്പിയിൽ കിട്ടുമല്ലോ. ഇപ്പം പെപ്സി, മെറിണ്ട പോലെ അങ്ങനെയുള്ള മധുരമുള്ള കുപ്പിയിലെ വെള്ളങ്ങളും ഇതുപോലെ നമ്മുടെ ബോഡി അത് ഒന്നുമില്ല. വെറും ഊർജ്ജം മാത്രമേ അത് കിട്ടാനുള്ളൂ. വേറെ ഒരു വൈറ്റമിൻസോ മിനറൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഇതുപോലെയുള്ള കുറെ കോംപ്ലിക്കേഷൻസിലേക്ക് അവിടെ നയിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഭക്ഷണം ചെറിയ പ്രായം തൊട്ടേ ഭക്ഷണം ഒന്ന് കറക്റ്റ് റെഡിയാക്കി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം എന്ന് പറഞ്ഞാല് എന്ത് കഴിക്കുന്നു, അത് എപ്പോ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ്. നമുക്ക് തോന്നുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത് കഴിക്കാന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ച 3 മണി 4 മണിക്കോ ലഞ്ച് കഴിക്കാൻ അത്ര ഗ്യാപ്പ് ഇടാൻ പാടില്ല. ശരിക്കും പ്രത്യേകിച്ച് ഷുഗറോ അങ്ങനെ എന്തെങ്കിലും രോഗമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്ര ഗ്യാപ്പ് ഇടരുത്. അത്ര ഗ്യാപ്പ് ഇടുന്ന സമയമാകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ കുറഞ്ഞു പോയി തലചുറ്റലോ കണ്ണിൽ വിട്ട് കയറലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ടൈമിൽ ഭക്ഷണം കഴിക്കാം. അതുപോലെ യൂറിക് ആസിഡ് കൂടാനൊക്കെ ഈ ഗ്യാപ്പ് എടുക്കുന്നത് ഭയങ്കരമായിട്ട് കാരണമാകും. ഇപ്പം യൂറിക് ആസിഡ് കൂടാനുള്ള ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം പണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു എല്ലാവർക്കും യൂറിക് ആസിഡോ ട്രൈഗ്ലിസറൈഡ്സോ ഫാറ്റി ലിവറോ
ഒക്കെ ഉണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ശീലമായിപ്പോയി. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പല പല രോഗങ്ങളാണ് എല്ലാവർക്കും അറിയുന്നത്. ഇപ്പൊ യൂറിക് ആസിഡ് കൂടാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഇടുക, രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ഗ്യാപ്പ് ഇട്ട് കഴിക്കുമ്പോഴൊക്കെ ബോഡിയെ മെറ്റബോളിസം, ബോഡിയെ കുറേ പ്രവർത്തികൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ആ പ്രവർത്തികളൊക്കെ നടന്നിട്ട് നമുക്ക് വേണ്ടത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കഴിഞ്ഞു കൂടും. അങ്ങനെയാണ് യൂറിക് ആസിഡ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക.